24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ റെക്കോർഡ് സഞ്ജീവനി ഔഷധമാണ്. ഇത് വയ്ക്കുന്നതിലൂടെ വാടിയ അവസ്ഥ മാറും. ചോദ്യം: അവസ്ഥ മോശമാകുന്നതിൻ്റെ കാരണം എന്താണ്? ഏത് യുക്തിയിലൂടെ അവസ്ഥ വളരെ നല്ലതായിരിക്കുവാൻ സാധിക്കും? ഉത്തരം: ജ്ഞാനത്തിൻ്റെ ഡാൻസ് ചെയ്യുന്നില്ല. അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങളിൽ തൻ്റെ സമയം പാഴാക്കുന്നു. അതിനാൽ അവസ്ഥ മോശമായി പോകുന്നു. മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചാലും അതിൻ്റെ പ്രഭാവം അവസ്ഥയുടെ മേൽ വരുന്നു. അവസ്ഥ നല്ലതായിരിക്കുന്നത് മധുരത ഉള്ളവരായി നടക്കുമ്പോഴാണ്. ഓർമ്മയിൽ പൂർണ്ണ അറ്റൻഷൻ ഉണ്ടായിരിക്കുമ്പോഴാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂർ ഓർമ്മയിലിരിക്കൂ. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഓർമ്മിക്കൂ. എങ്കിൽ അവസ്ഥ നല്ലതായിരിക്കും. ഗീതം: ആരാണ് എൻ്റെ മനസ്സിൻ്റെ വാതിൽക്കൽ വന്നിരിക്കുന്നത്? ഓം ശാന്തി. ഈ റെക്കോർഡും ബാബ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥവും കുട്ടികൾക്കല്ലാതെ മറ്റാർക്കും അറിയാൻ സാധിക്കില്ല. ബാബ പലതവണ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള നല്ല നല്ല റെക്കോർഡ് വീട്ടിലുണ്ടായിരിക്കണം. പിന്നെ വാടിയ അവസ്ഥയോ മറ്റോ വരുമ്പോൾ റെക്കോർഡ് വയ്ക്കുന്നതിലൂടെ ബുദ്ധിയിൽ ഉടൻ അർത്ഥം വരും. അപ്പോൾ വാടിയ അവസ്ഥ മാറിപ്പോകും. ഈ റെക്കോർഡും സഞ്ജീവനി ഔഷധമാണ്. ബാബ ഡയറക്ഷൻ നൽകുന്നു. പക്ഷെ ആരെങ്കിലും പ്രവൃത്തിയിൽ കൊണ്ടുവന്നാലല്ലേ. ഇപ്പോൾ ഈ ഗീതത്തിൽ എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ആരാണ് വന്നിരിക്കുന്നത് എന്ന് ആരാണ് പറയുന്നത്? ആരാണ് വന്ന് ഞാൻ ഡാൻസ് ചെയ്യുന്നത്? ഗോപികമാർ കൃഷ്ണനെ നൃത്തം ചെയ്യിച്ചിരുന്നു എന്ന് പറയുന്നു. ഇതൊന്നുമില്ല. ഇപ്പോൾ ബാബ പറയുന്നു, ഹേ സാലിഗ്രാമങ്ങളായ കുട്ടികളെ, എല്ലാവരോടുമാണല്ലോ പറയുന്നത്. സ്കൂൾ എന്നാൽ സ്കൂൾ. അവിടെ പഠനം നടക്കുന്നു. ഇതും സ്കൂളാണ്. കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ ആരുടെ ഓർമ്മയാണ് വരുന്നത്? മറ്റേതെങ്കിലും മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഇല്ല. കുട്ടികളായ നിങ്ങൾക്ക് ആ ഒന്നിൻ്റെ ഓർമ്മ ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു സമയമാണിത്. മറ്റാരും ആ ഒന്നിനെ ഓർമ്മിക്കുന്നില്ല. ബാബ പറയുന്നു, നിങ്ങൾ ദിവസവും എന്നെ ഓർമ്മിക്കൂ. അപ്പോൾ ധാരണ വളരെ നല്ലതായിരിക്കും. ഏതുപോലെ ഞാൻ ഡയറക്ഷൻ നൽകുന്നു, അതേപോലെ നിങ്ങൾ ഓർമ്മിക്കുന്നില്ല. മായ നിങ്ങളെ ഓർമ്മിക്കാൻ അനുവദിക്കുന്നില്ല. ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ വളരെ കുറച്ചാണ് നടക്കുന്നത്. മായ പറയുന്നതിനനുസരിച്ച് വളരെയധികം നടക്കുന്നു. പലതവണ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഉറങ്ങുമ്പോൾ അരമണിക്കൂർ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതാണ്. സ്ത്രീ പുരുഷന്മാരാണെന്നിരിക്കട്ടെ, ഒരുമിച്ചിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകം ഇരിക്കാം. ബുദ്ധിയിൽ ഒരു ബാബയെ തന്നെ ഓർമ്മയുണ്ടായിരിക്കട്ടെ. എന്നാൽ ആരെങ്കിലും വിരളമായേ ഓർമ്മിക്കുന്നുള്ളൂ. മായ മറപ്പിക്കുന്നു. ആജ്ഞയനുസരിച്ച് നടക്കുന്നില്ലെങ്കിൽ പദവി എങ്ങനെ നേടുവാൻ സാധിക്കും? ബാബയെ വളരെയധികം ഓർമ്മിക്കേണ്ടതുണ്ട്. ശിവ് ബാബ അങ്ങ് തന്നെയാണ് ആത്മാക്കളുടെ പിതാവ്. സർവർക്കും അങ്ങിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കേണ്ടത്. ആര് പുരുഷാർത്ഥം ചെയ്യുന്നില്ലയോ അവർക്കും സമ്പത്ത് ലഭിക്കും. ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരി എല്ലാവരും ആകും. എല്ലാ ആത്മാക്കളും നിർവാണധാമത്തിൽ വരും. ഡ്രാമ അനുസരിച്ച് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും പകുതി കൽപ്പം ഭക്തി ചെയ്യുന്നു. പക്ഷേ
ഞാൻ ഗൈഡായി വരാത്തതുവരെയും ആർക്കും തിരികെ പോകാൻ സാധിക്കുന്നില്ല. ആരും വഴി കണ്ടിട്ടേയില്ല. അഥവാ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവരുടെ പിന്നാലെ എല്ലാവരും കൊതുകുകളെപ്പോലെ പോയേനെ. മൂലവചനം എന്താണ്? ഇതും ആരും അറിയുന്നില്ല. നിങ്ങൾ അറിയുന്നുണ്ട്, ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ഇതിന് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ പകൽ കർമ്മയോഗിയായി തൊഴിലിൽ ഏർപ്പെടണം. ആഹാരം പാകം ചെയ്യുന്നതുമെല്ലാം കർമ്മം ചെയ്യലാണ്. വാസ്തവത്തിൽ കർമ്മസന്യാസം എന്ന് പറയുന്നതും തെറ്റാണ്. കർമ്മമില്ലാതെ ആർക്കും ഇരിക്കാൻ സാധിക്കില്ല. കർമ്മസന്യാസി എന്ന് അസത്യമായി പേര് വച്ചിരിക്കുകയാണ്. പകൽ തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. രാത്രിയിലും അതിരാവിലെയും ബാബയെ നല്ലവണ്ണം ഓർമ്മിക്കൂ. ആരെ ഇപ്പോൾ സ്വന്തമാക്കിയോ ആ ഒന്നിനെ ഓർമ്മിക്കുകയാണെങ്കിൽ സഹായവും ലഭിക്കും. ഇല്ലെങ്കിൽ ലഭിക്കുകയില്ല. ധനികർക്കാണെങ്കിൽ ബാബയുടേതാകുന്നതിൽ ഹൃദയം തകർന്നു പോകുന്നു. അപ്പോൾ പിന്നെ പദവിയും ലഭിക്കുകയില്ല. ഇത് ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. ആ ഒന്ന് നമ്മുടെ പിതാവും ടീച്ചറും ഗുരുവുമാണ്. നമുക്ക് മുഴുവൻ രഹസ്യവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും എങ്ങനെ റിപ്പീറ്റ് ആകുന്നു. ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. പിന്നെ സ്വദർശന ചക്രം തിരിക്കേണ്ടതുണ്ട്. എല്ലാവരെയും തിരികെ കൊണ്ടുപോകുന്നവൻ ബാബ തന്നെയാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. രാത്രി ഉറങ്ങുന്ന സമയത്തും ഈ നോളജ് കറങ്ങിക്കൊണ്ടിരിക്കട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇതേ നോളജ് ഓർമ്മയുണ്ടായിരിക്കട്ടെ. നമ്മൾ ബ്രാഹ്മണർ തന്നെ ദേവത, പിന്നെ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രനും ആകും. വീണ്ടും ബാബ വരും. വീണ്ടും നമ്മൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനാകും. ബാബ ത്രിമൂർത്തി, ത്രികാലദർശി, ത്രിനേത്രിയുമാണ്. നമ്മുടെ ബുദ്ധി തുറന്നു തരുന്നു. ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രവും ലഭിക്കുന്നു. ഇങ്ങനെയുള്ള പിതാവ് ഉണ്ടായിരിക്കുക സാധ്യമേ അല്ല. ബാബ രചന രചിക്കുന്നു. അപ്പോൾ മാതാവുമായി ജഗദംബയെ നിമിത്തമാക്കിയിരിക്കുകയാണ്. ബാബ ഈ ശരീരത്തിൽ വന്ന് ബ്രഹ്മാവിൻ്റെ രൂപത്തിലൂടെ കളി വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. ചുറ്റിക്കറങ്ങാനും പോകുന്നു. നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നുവല്ലോ. നിങ്ങൾ അറിയുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ രഥത്തിൽ വരുന്നു. നിങ്ങൾ പറയും, ബാബ് ദാദ നമ്മുടെ കൂടെ കളിക്കുന്നു എന്ന്. കളിയിലും ബാബ ഓർമ്മയുടെ പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിലൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈതന്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്ത വെക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള ബാബയിൽ ബലിയും അർപ്പിക്കേണ്ടതുണ്ട്. ഭക്തിമാർഗത്തിൽ നിങ്ങൾ അർപ്പണമാകും എന്ന് പാടി വന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഈ ഒരു ജന്മം തൻ്റെ അവകാശിയാക്കൂ. അപ്പോൾ ഞാൻ 21 ജന്മങ്ങളിലേക്ക് രാജ്യഭാഗ്യം നൽകും. ഇപ്പോൾ ഈ ഒരു ആജ്ഞ നൽകുമ്പോൾ ആ ഡയറക്ഷനിലൂടെ നടക്കേണ്ടതുണ്ട്. അതും എങ്ങനെയാണ് എന്ന് കാണുമ്പോൾ അതനുസരിച്ചുള്ള ഡയറക്ഷൻ നൽകും. ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്നതിലൂടെ മമത്വം ഇല്ലാതാകും. പക്ഷേ ഭയപ്പെടുന്നു. ബാബ പറയുന്നു, നിങ്ങൾ ബലി അർപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ സമ്പത്ത് എങ്ങനെ നൽകും? നിങ്ങളുടെ പൈസയൊന്നും വാങ്ങുന്നൊന്നുമില്ല. ശരി, നിങ്ങളുടെ അടുക്കൽ പൈസ ഉണ്ടെന്നിരിക്കട്ടെ. ലിറ്ററേച്ചറിനായി വിനിയോഗിക്കൂ എന്ന് പറയും. ട്രസ്റ്റിയാണല്ലോ. ബാബ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കും. ബാബയുടെ സർവ്വതും കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. കുട്ടികളിൽ നിന്നും ഒന്നും വാങ്ങുന്നില്ല. യുക്തിയോടെ മനസ്സിലാക്കിച്ചു തരുന്നു. കേവലം മമത്വം ഇല്ലാതാകണം. മോഹവും വളരെ കടുത്തതാണ്. വാനരൻ്റെ ഉദാഹരണമുണ്ട്. ബാബ പറയുന്നു, നിങ്ങൾ വാനരനെ പോലെ അവർക്ക് പിന്നാലെ എന്തിന് മോഹം വയ്ക്കുന്നു? പിന്നെ ഓരോ വീട്ടിലും ക്ഷേത്രം എങ്ങനെ ഉണ്ടാകും?
ഞാൻ നിങ്ങളെ വാനരത്വത്തിൽ നിന്നും മോചിപ്പിച്ച് ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യമാക്കുന്നു. നിങ്ങൾ ഈ ചപ്പുചവറിൽ മമത്വം എന്തിനു വയ്ക്കുന്നു? ബാബ കേവലം എങ്ങനെ സംരക്ഷിക്കണം എന്ന് മതം നൽകും, എന്നിട്ടും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ഇത് മുഴുവൻ ബുദ്ധിയുടെ കാര്യമാണ്. അമൃതവേളയിലും എങ്ങനെയാണ് ബാബയോട് സംസാരിക്കേണ്ടത് എന്ന് ബാബ നിർദ്ദേശം നൽകുന്നു. ബാബ അങ്ങ് പരിധിയില്ലാത്ത പിതാവും ടീച്ചറുമാണ്. അങ്ങേക്ക് മാത്രം പരിധിയില്ലാത്ത വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പറഞ്ഞു തരാൻ സാധിക്കും. ലക്ഷ്മി നാരായണൻ്റെ 84 ജന്മങ്ങളുടെ കഥ ലോകത്തിൽ ആരും അറിയുന്നില്ല. ജഗദംബയെ മാതാ മാതാ എന്നും പറയുന്നു. അതാരാണ്? സത്യയുഗത്തിൽ ഉണ്ടായിരിക്കുക സാധ്യമല്ല. അവിടെയുള്ള മഹാരാജാവും മഹാറാണിയും ലക്ഷ്മി നാരായണനാണ്. അവർക്ക് തൻ്റെ കുട്ടിയുണ്ട്. അത് സിംഹാസനത്തിലിരിക്കും. നമ്മൾ സിംഹാസനത്തിലിരിക്കാൻ തക്കവണ്ണം എങ്ങനെയാണ് അവരുടെ കുട്ടിയാവുക? ഇപ്പോൾ നമുക്കറിയാം, ഈ ജഗദംബ ബ്രാഹ്മണിയാണ്, ബ്രഹ്മാവിൻ്റെ പുത്രിയായ സരസ്വതി. മനുഷ്യർ ഈ രഹസ്യം അറിയുന്നില്ല. രാത്രിയിൽ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ നിയമം വയ്ക്കൂ, എങ്കിൽ വളരെ നല്ലതാണ്. നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ രസം കയറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കഷ്ടതയും ഉണ്ടാകില്ല. ഒരു ബാബയുടെ കുട്ടികളായ നമ്മൾ സഹോദരി സഹോദരനാണ് എന്ന് പറയും. പിന്നെ മോശമായ ദൃഷ്ടി വയ്ക്കുന്നത് ക്രിമിനൽ അസോൾട്ടാകും. ലഹരിയും സതോ രജോ തമോ ഗുണി ആയതും ഉണ്ടല്ലോ. തമോ ഗുണി ലഹരി കയറിയാൽ മരിച്ചു പോകും. ഈ ഒരു നിയമവും ഉണ്ടാക്കൂ. ഒരല്പം സമയം ബാബയെ ഓർമ്മിച്ച് ബാബയുടെ സർവീസിനായി പോകൂ. പിന്നെ മായയുടെ കൊടുങ്കാറ്റ് വരില്ല. ആ ലഹരി മുഴുവൻ ദിവസവും തുടരും. അവസ്ഥയും വളരെ റിഫൈൻഡ് ആകും. യോഗത്തിലും ലൈൻ ക്ലിയർ ആകും. ഇങ്ങനെയുള്ള റെക്കോർഡും വളരെ നല്ലതാണ്. റെക്കോർഡ് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നൃത്തമാടാൻ തുടങ്ങും, റിഫ്രഷ് ആകും. 2, 4, 5 റെക്കോർഡുകൾ വളരെ നല്ലവയാണ്. ദരിദ്രരും ബാബയുടെ ഈ സർവീസിൽ മുഴുകുകയാണെങ്കിൽ അവർക്ക് കൊട്ടാരം ലഭിക്കും. ശിവ് ബാബയുടെ കലവറയിൽ നിന്നും സർവ്വതും ലഭിക്കും. സർവീസബിളായവർക്ക് ബാബ എന്തുകൊണ്ട് നൽകില്ല? ശിവ് ബാബയുടെ ഭണ്ഡാരം നിറഞ്ഞത് തന്നെയാണ്. ഗീതം. ഇതാണ് ജ്ഞാന ഡാൻസ്. ബാബ വന്ന് ഗോപികമാരെ ജ്ഞാന ഡാൻസ് ചെയ്യിക്കുന്നു. എവിടെ ഇരിക്കുകയാണെങ്കിലും ബാബയെ ഓർമ്മിച്ചു കൊണ്ടിരിക്കൂ. അപ്പോൾ അവസ്ഥ വളരെ നന്നായിരിക്കും. ബാബ ജ്ഞാനത്തിൻ്റെയും യോഗത്തിൻ്റെയും ലഹരിയിൽ ഇരിക്കുന്നത് പോലെ കുട്ടികളായ നിങ്ങളെയും പഠിപ്പിക്കുന്നു. അപ്പോൾ സന്തോഷത്തിൻ്റെ ലഹരി നിലനിൽക്കും. ഇല്ലെങ്കിൽ അവിടെയും ഇവിടെയുമുള്ള കാര്യങ്ങളിൽ ഇരിക്കുന്നതിലൂടെ പിന്നെ അവസ്ഥയും കേടായി പോകുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ നല്ലതാണ്. ബാബയുടെ ഓർമ്മയിലിരുന്ന് ബാബയോട് മധുരമധുരമായ കാര്യങ്ങൾ സംസാരിക്കണം. പ്രഭാഷണം നടത്തുന്നവർക്കാണെങ്കിൽ വിചാരസാഗര മഥനം ചെയ്യേണ്ടി വരും. ഇന്ന് ഈ പോയിന്റ്സിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിക്കാം. ബാബയോട് ധാരാളം കുട്ടികൾ പറയുന്നു, നമ്മൾ തൊഴിൽ ഉപേക്ഷിക്കട്ടെ. പക്ഷേ ബാബ പറയുന്നു, ആദ്യം സർവീസിൻ്റെ തെളിവ് നൽകൂ. ബാബ ഓർമ്മയുടെ യുക്തി വളരെ നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഈ ശീലം ഉണ്ടാകുന്ന കോടിയിൽ ചിലരേ വരികയുള്ളൂ. ചിലർക്ക് ഓർമ്മ നിലനിൽക്കുന്നത് പ്രയാസമാണ്. കുമാരിമാരായ നിങ്ങളുടെ പേര് പ്രസിദ്ധമാണ്. എല്ലാവരും കുമാരിമാരുടെ പാദത്തിൽ വീഴുന്നു. നിങ്ങൾ 21 ജന്മത്തേക്ക് ഭാരതത്തിന് സ്വരാജ്യം നേടിക്കൊടുക്കുന്നു. നിങ്ങളുടെ സ്മാരകമായ ക്ഷേത്രവുമുണ്ട്.
ബ്രഹ്മകുമാർ കുമാരിമാരുടെ പേരും പ്രസിദ്ധമായി കഴിഞ്ഞുവല്ലോ. കുമാരി എന്നാൽ 21 കുലത്തെ ഉദ്ധരിക്കുന്നവർ. അപ്പോൾ അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരും. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, ഇത് 5000 വർഷത്തിൻ്റെ റീലാണ്. എന്തെല്ലാം പാസ്സായോ അത് ഡ്രാമ. തെറ്റ് സംഭവിച്ചു, ഡ്രാമ. പിന്നെ ഭാവിയിലേക്ക് തൻ്റെ രജിസ്റ്റർ ശരിയാക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ രജിസ്റ്റർ കേടാവാൻ പാടില്ലാത്തതാണ്. വളരെ വലിയ പ്രയത്നമുണ്ട്. അപ്പോഴാണ് ഇത്രയും ഉയർന്ന പദവി ലഭിക്കുന്നത്. ബാബയുടേതായി മാറിയെങ്കിൽ പിന്നെ ബാബ സമ്പത്തും നൽകും. രണ്ടാനമ്മയുടെ കുട്ടികൾക്ക് സമ്പത്ത് നൽകുകയില്ല. സഹായം നൽകേണ്ടത് കടമയാണ്. സെൻസിബിളായവർ ആരാണോ അവർ ഓരോ കാര്യത്തിലും സഹായിക്കുന്നു. നോക്കൂ, ബാബ എത്ര സഹായിക്കുന്നു. ധൈര്യം മനുഷ്യൻ്റേത്, സഹായം ഈശ്വരൻ്റേത്. മായയുടെ മേൽ ജയം നേടുന്നതിനും ശക്തി വേണം. ഒരു ആത്മീയ പിതാവിനെ ഓർമ്മിക്കണം. മറ്റ് കൂട്ടുകെട്ട് ഉപേക്ഷിച്ച് ഒരു കൂട്ടുകെട്ട് യോജിപ്പിക്കണം. ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്ന് പറയുന്നു, ഞാൻ ഈ ദേഹത്തിൽ പ്രവേശിക്കുന്നു, സംസാരിക്കുന്നു. മറ്റാർക്കും ഞാൻ പിതാവാണ്, ടീച്ചറാണ്, ഗുരുവാണ് എന്ന് പറയുവാൻ സാധിക്കില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരനെയും രചിക്കുന്നവനാണ്. ഈ കാര്യങ്ങൾ ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പഴയ ചപ്പുചവറുകളിൽ മമത്വം വയ്ക്കരുത്. ബാബയുടെ ഡയറക്ഷനിലൂടെ നടന്ന് തൻ്റെ മമത്വം മാറ്റിയെടുക്കണം. ട്രസ്റ്റിയായി കഴിയണം. ഈ അന്തിമ ജന്മത്തിൽ ഭഗവാനെ തൻ്റെ അവകാശിയാക്കി മാറ്റി ആ ഒന്നിൻ്റെ മേൽ ബലിയർപ്പിക്കണം. അപ്പോൾ 21 ജന്മത്തേക്ക് രാജ്യഭാഗ്യം ലഭിക്കും. ബാബയെ ഓർമ്മിച്ച് സർവീസ് ചെയ്യണം. ലഹരിയിലിരിക്കണം. രജിസ്റ്റർ ഒരിക്കലും മോശമാകരുത്. ഈ ശ്രദ്ധ നൽകണം. വരദാനം: പ്രത്യക്ഷ ഫലത്തിലൂടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭൂതി നേടുന്ന നിസ്വാർത്ഥ സേവാധാരിയായി ഭവിക്കട്ടെ. സത്യയുഗത്തിൽ സംഗമത്തിലെ കർമ്മങ്ങളുടെ ഫലം ലഭിക്കും. എന്നാൽ ഇവിടെ ബാബയുടേതാകുന്നതിലൂടെ പ്രത്യക്ഷ ഫലം സമ്പത്തിൻ്റെ രൂപത്തിൽ ലഭിക്കുന്നു. സേവനം ചെയ്തു. സേവനം ചെയ്യുന്നതിനോടൊപ്പം സന്തോഷം ലഭിക്കുകയും ചെയ്തു. ആരാണോ ഓർമ്മയിലിരുന്ന് നിസ്വാർത്ഥ ഭാവത്തോടെ സേവനം ചെയ്യുന്നത് അവർക്ക് സേവനത്തിൻ്റെ പ്രത്യക്ഷ ഫലം തീർച്ചയായും ലഭിക്കുന്നു. പ്രത്യക്ഷ ഫലം തന്നെയാണ് ഫ്രഷ് ഫ്രൂട്ട്. അത് എവർ ഹെൽത്തിയാക്കി മാറ്റുന്നു. യോഗയുക്തവും യഥാർത്ഥവുമായ സേവനത്തിൻ്റെ ഫലമാണ് സന്തോഷവും അതീന്ദ്രിയ സുഖവും ഡബിൾ ലൈറ്റിൻ്റെ അനുഭൂതിയും. സ്ലോഗൻ: ആരാണോ തൻ്റെ പെരുമാറ്റത്തിലൂടെ ആത്മീയ റോയൽറ്റിയുടെ തിളക്കത്തിൻ്റെയും ലഹരിയുടെയും അനുഭവം നൽകുന്നത് അവരാണ് വിശേഷ ആത്മാവ്. ഓം ശാന്തി. സേവനത്തിൻ്റെ അഭ്യാസം. യജ്ഞപിതാവായ ബാബ അവ്യക്ത രൂപധാരിയായി ശുദ്ധ സങ്കല്പ ശക്തി കൊണ്ട് വിശ്വത്തിലെ ആത്മാക്കളെ പരിപാലിക്കുന്നത് പോലെ ഞാനും ബാബയോടൊപ്പം വിശ്വമംഗളത്തിൻ്റെയും വിശ്വ പരിവർത്തനത്തിൻ്റെയും കാര്യത്തിൽ മനസ്സാ ശക്തിയിലൂടെ
സഹയോഗി ആവുകയാണ്. ബാബയുടെ സാന്നിധ്യം എന്നെയും അവ്യക്ത രൂപധാരിയാക്കുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് പരിഷ്ഠയാണ്. പ്രജ്വലിതമായ സൂര്യനിൽ നിന്നും പ്രകാശകിരണങ്ങൾ വ്യാപിക്കുന്നത് പോലെ ഡബിൾ ലൈറ്റ് ഫരിഷ്ഠയായ എന്നിൽ നിന്നും ആത്മീയ പ്രകാശരശ്മികൾ വ്യാപിക്കുകയാണ്. ഈ ആത്മീയ പ്രകാശരശ്മികൾ അന്യ ആത്മാക്കളിൽ പതിക്കുമ്പോൾ അവരുടെ മനസ്സിലും ബുദ്ധിയിലും പതിഞ്ഞിരിക്കുന്ന വ്യർത്ഥ വൈബ്രേഷൻ സമാപ്തമാകട്ടെ. ഈ ശക്തിശാലി സ്പിരിച്വൽ വൈബ്രേഷൻസ് ഒരേ സമയത്ത് അനേകം ആത്മാക്കളുടെ മനസ്സിലും ബുദ്ധിയിലും ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും മായാത്ത മുദ്ര പതിപ്പിക്കുകയാണ്. വിശ്വത്തിലെ ഈ അനേകം ആത്മാക്കൾ ശാന്തിയുടെയും സ്നേഹത്തിൻ്റെയും സ്വരൂപമായി മാറട്ടെ.